Hi, today we will discuss a new topic. കഴിഞ്ഞ ക്ലാസ്സിൽ ജേണൽ പഠിച്ചു. ഞാൻ പറഞ്ഞു അതാണ് ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ റെക്കോർഡ് ചെയ്യുന്ന ആദ്യത്തെ ബുക്ക് എന്ന് പറഞ്ഞു. അതിനുശേഷം ജേണൽ എൻട്രി ഒക്കെ എഴുതി ജേണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ എന്ന് പറയുന്നത്. എന്താണ് ലെഡ്ജർ? ഇപ്പം നമ്മൾ ജേണൽ എൻട്രി എഴുതി അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ഇങ്ങനെയൊക്കെ നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നു. സേ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്, ഇങ്ങനെയൊക്കെ നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നു. അങ്ങനെ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഇങ്ങനെ കുറേ അക്കൗണ്ടുകൾ നമ്മൾ ജേണലിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ജേണലിൽ എഴുതും ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്, പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കുറേ നടക്കുന്നത് അങ്ങനെ എഴുതി വയ്ക്കുന്നതാണ് ജേണൽ. പക്ഷെ അവിടെ വരുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? എല്ലാ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അപ്പപ്പ എഴുതി വയ്ക്കുകയാണ്. പ്രോബ്ലം വരുന്നത് ഇപ്പം ക്യാഷ് വരുമ്പോഴൊക്കെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതും ജേണലിൽ, ക്യാഷ് പോകുമ്പോഴൊക്കെ ടു ക്യാഷ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്ത് ഇങ്ങനെ കുറേ ക്യാഷ് എഴുതുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണ്, നമ്മളോട് ചോദിക്കുകയാണ് എത്ര ക്യാഷ് ടോട്ടൽ വന്നു, എത്ര ക്യാഷ് ടോട്ടൽ പോയി, ബാക്കി എത്ര ക്യാഷ് ഉണ്ട് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ കഴിയില്ല. ജേണൽ നോക്കിയിട്ട് നമുക്ക് എന്ത് വേണം? ഈ ക്യാഷിൻ്റെ ഡെബിറ്റ് ഒക്കെ വേറെ എടുക്കണം, അപ്പോൾ വന്നതൊക്കെ കിട്ടും. ക്യാഷിൻ്റെ ക്രെഡിറ്റ് ഒക്കെ വേറെ എടുക്കണം, അപ്പോൾ പോയ ക്യാഷൊക്കെ കിട്ടും. ഇത് രണ്ടും നോക്കിയാലേ എത്ര ക്യാഷ് വന്നു എത്ര ക്യാഷ് പോയി എന്നറിയാൻ പറ്റും. അങ്ങനെ ഓരോ അക്കൗണ്ടിലും എത്ര എമൗണ്ട് എൻട്രി ചെയ്തിട്ടുണ്ട്, എത്ര ഡെബിറ്റ് എൻട്രി ചെയ്തിട്ടുണ്ട്, എത്ര ക്രെഡിറ്റ് എൻട്രി ചെയ്തിട്ടുണ്ട്, ക്യാഷിൽ എത്ര ഡെബിറ്റ് ഉണ്ട് ക്രെഡിറ്റ് ഉണ്ട്, ബാങ്കിൽ എത്ര ഡെബിറ്റ് ഉണ്ട് ക്രെഡിറ്റ് ഉണ്ട്, അങ്ങനെ ഓരോന്ന് എമൗണ്ടിലും എത്ര ഡെബിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഉണ്ട് എന്ന് അറിയാൻ ഈ ഡെബിറ്റും ക്രെഡിറ്റും ഓരോ അക്കൗണ്ടിൻ്റെയും ഡെബിറ്റും ക്രെഡിറ്റും സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ്, ആ ബുക്കിന് പറയുന്ന പേരാണ് ലെഡ്ജർ. അപ്പോൾ ജേണലിൽ മൊത്തത്തിൽ എല്ലാ ട്രാൻസാക്ഷനും എഴുതി വയ്ക്കും. അതിൽ നിന്ന് ഓരോ അക്കൗണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിൻ്റെയും പൊസിഷൻ വേറെ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ലെഡ്ജർ എന്ന് പറയും. സോ വാട്ട് ഈസ് ലെഡ്ജർ? ലെഡ്ജർ ഈസ് എ ബുക്ക് വേർ ഡിഫറെൻ്റ് അക്കൗണ്ട്സ് ആർ ഓപ്പൺ സെപ്പറേറ്റ്ലി. ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെ ഓരോന്നും പ്രത്യേകം പ്രിപ്പയർ ചെയ്യും. സോ യു ക്യാൻ ഡിസ്ക്രൈബ് ഇറ്റ് ആസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ്. കുറേ അക്കൗണ്ടുകൾ അടങ്ങുന്ന ഒരു ബുക്കാണ് ലെഡ്ജർ. ഇപ്പം ലെഡ്ജർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടുകൾ അടങ്ങുന്ന ബുക്കാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് സാർ അക്കൗണ്ട്? അതെങ്ങനെയാണ് വരയ്ക്കുക, അതെങ്ങനെയാണ് ചെയ്യുക? ഇതാണ് ഒരു അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF ജേണൽ ഫോളിയോ റുപ്പീസ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ റുപ്പീസ്. അപ്പോൾ ഒരു അക്കൗണ്ടിന് രണ്ട് സൈഡ് ഉണ്ട്. ലെഫ്റ്റ് സൈഡ് ഇസ് കോൾഡ് ഡെബിറ്റ് സൈഡ്, റൈറ്റ് സൈഡ് ഇസ് കോൾഡ് ക്രെഡിറ്റ് സൈഡ്. അത് സൂചിപ്പിക്കാൻ ഈ അറ്റത്ത് DR, ഈ അറ്റത്ത് CR എന്നെഴുതും. അപ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ്, ഇതാണ് ഒരു ഫോർമാറ്റ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. എന്താ ജേണൽ ഫോളിയോ? ഞാൻ ജേണലിൽ പറഞ്ഞു ലെഡ്ജർ ഫോളിയോ. ജേണൽ ആദ്യം എൻട്രി ചെയ്തിട്ടാണ് ലെഡ്ജറിലേക്ക് വരിക. അപ്പോൾ ഈ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ പേജ് നമ്പർ, ഈ ലെഡ്ജറിൻ്റെ പേജ് നമ്പർ ജേണൽ എഴുതും, അവിടെ LF എഴുതും. അവിടുത്തെ പേജ് നമ്പർ ഇവിടെ എഴുതി വയ്ക്കും, JF ജേണൽ. അങ്ങോട്ടും ഇങ്ങോട്ടും പേജ് നമ്പറുകൾ എഴുതി വയ്ക്കുകയാണ്. അതാണ് ജേണൽ ഫോളിയോ. പിന്നെ റുപ്പീസ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF റുപ്പീസ്, ഇങ്ങനെ എഴുതി. അപ്പോൾ ഡെബിറ്റ്, ക്രെഡിറ്റ്, ഡെബിറ്റിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF റുപ്പീസ്, ക്രെഡിറ്റിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF റുപ്പീസ്, DR, CR. ഇതാണ് ഒരു ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ എത്ര അക്കൗണ്ട് ജേണലുണ്ടോ അത്രയും ഹെഡുകൾ വരയ്ക്കും. ക്യാഷ്, ഇപ്പോൾ ഇവിടെ മുകളിൽ ഇത് ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട്, ഇതേപോലെ ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ഇങ്ങനെ പ്രത്യേകം അക്കൗണ്ടുകൾ നമ്മൾ വരയ്ക്കും. വരച്ചിട്ട് ജേണലിൽ എൻട്രി ചെയ്തതിനെ ഈ ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ജേണൽ എൻട്രീസിനെ ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ പോസ്റ്റിംഗ് എന്ന് പറയും. So what is posting? The process of transferring journal entries to the relevant accounts in the ledger. It is called posting. Journal entry ചെയ്തിട്ടുള്ളതിൽ ഓരോന്നിനും ക്യാഷ് അക്കൗണ്ട് വരുന്നതൊക്കെ ക്യാഷ് അക്കൗണ്ടിലേക്ക് വരും, ക്യാഷ് വരുന്നത് ബാങ്ക് വരുന്നതൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, അങ്ങനെ ഓരോന്നിൻ്റെയും ഡെബിറ്റും ക്രെഡിറ്റും അതാത് അക്കൗണ്ടുകളിലേക്ക്
ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലം ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ ജേർണൽ എൻട്രി എഴുതി 2019 ജാനുവരി 1. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടഡ് ബിസിനസ് എന്നുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾ എൻട്രി എഴുതി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 1 lakh ടു ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh, നരേഷൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. പെയ്ഡ് ഇൻ ടു ബാങ്ക് ആണെങ്കിൽ അടുത്ത ഡേറ്റ് 3rd ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 40,000 ടു ക്യാഷ്. ബാങ്ക് പൈസ റിസീവ് ചെയ്തു, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, സോ ബാങ്ക് ഡെബിറ്റ് ടു ക്യാഷ് എന്ന് എഴുതി. ഇങ്ങനെ ജേർണൽ എൻട്രി എഴുതി. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് തൽക്കാലം ഞാൻ 2 ട്രാൻസാക്ഷൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്, 2 ജേർണൽ എൻട്രീസ്. എന്നിട്ടോ നമ്മളിപ്പോൾ ഈ ജേർണലിൽ എത്ര അക്കൗണ്ടുകൾ ഉണ്ട് നോക്കൂ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ എത്ര അക്കൗണ്ട് ഉണ്ട്? ക്യാഷ്, ക്യാപിറ്റൽ 2 അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്തത് എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഒന്ന് ബാങ്കാണ് അല്ലേ, ക്യാഷ് ഓൾറെഡി നമ്മൾ കൗണ്ട് ചെയ്തു. ഒരു അക്കൗണ്ട് ഒരു പ്രാവശ്യം കൗണ്ട് ചെയ്താൽ മതി ലെഡ്ജറിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഹൗ മെനി അക്കൗണ്ട്സ് ആർ ദർ? ക്യാഷ് അക്കൗണ്ട് നമ്പർ 1, ക്യാപിറ്റൽ അക്കൗണ്ട് നമ്പർ 2, ബാങ്ക് അക്കൗണ്ട് നമ്പർ 3. 3 ഹെഡ്സ് ഉണ്ട്, ക്യാഷ്, ക്യാപിറ്റൽ, ബാങ്ക്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ലെഡ്ജറിലേക്ക് വരികയാണ്. നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുകയാണ്. ലെഡ്ജർ എന്ന ബുക്ക്. അവിടെ എന്താ ഉള്ളത്? ഞാൻ പറഞ്ഞു കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. എത്ര അക്കൗണ്ട് വേണം ഇവിടെ? ഒന്ന് ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്. എങ്ങനെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം? ഡേറ്റ് പർട്ടിക്കുലേഴ്സ് JF rupees, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് JF rupees, DR CR. ക്യാഷ് അക്കൗണ്ട്, അതേപോലെ ക്യാപിറ്റൽ അക്കൗണ്ട്, അതേപോലെ ബാങ്ക് അക്കൗണ്ട്. 3 അക്കൗണ്ട് വരച്ചു. ഇനി ഈ ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് നമ്മൾ എന്ത് പറയും? പോസ്റ്റിംഗ് എന്ന് പറയും. ഹൗ വിൽ യു പോസ്റ്റ്? ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. എന്താ അർത്ഥം? ക്യാഷിന് ഡെബിറ്റ്, ക്യാപിറ്റലിന് ക്രെഡിറ്റ്. അത് പോസ്റ്റ് ചെയ്യുന്ന ടെക്നിക്ക് ശ്രദ്ധിച്ചോളൂ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ, അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട് ഇവിടെ DR എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് January 1 ടു ക്യാപിറ്റൽ 1 lakh എന്ന് എഴുതി. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് എഴുതും, ഉള്ളിൽ ക്രെഡിറ്റ് ഐറ്റത്തിൻ്റെ പേരാണ് എഴുതുക. ഇനി ക്രെഡിറ്റ് ഐറ്റം ഏതാ? ക്യാപിറ്റൽ. അതിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോവുക. ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ എന്തെഴുതും? ഡേറ്റ് January 1. ബൈ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ബൈ ക്യാഷ് 1 lakh. ഇപ്പോൾ ഒരു ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്തു. എങ്ങനെ പോസ്റ്റ് ചെയ്തു? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു ക്യാപിറ്റൽ 1 lakh. ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. അവിടെ ബൈ ക്യാഷ്. ഡെബിറ്റിൽ എഴുതുമ്പോൾ 2, ക്രെഡിറ്റിൽ എഴുതുമ്പോൾ ബൈ. അത് എഴുതിയിരിക്കണം നിർബന്ധമായിട്ടും. അങ്ങനെ എഴുതണം. അങ്ങനെ ആയാലേ ആ കണക്ഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ചെയ്തിരിക്കണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് എഴുതുക. ഡെബിറ്റ് ടു ക്യാപിറ്റൽ. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്സ് ടു ക്യാപിറ്റൽ. ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു എന്നറിയാനാണ് ഇതിനകത്ത് ക്യാപിറ്റൽ എഴുതുന്നത്. ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു, ക്യാപിറ്റലിലാണ് ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത്. സോ ക്യാപിറ്റലിലേക്ക് പോയി അവിടെ എന്തെഴുതി? ബൈ ക്യാഷ് എന്ന്. സോ സി ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ്. ഞാൻ അടുത്ത എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എങ്ങനെ ചെയ്യും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് 3rd January. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ്, അപ്പോൾ ഡെബിറ്റ് സൈഡ് ടു ക്യാഷ് 40,000. ബാങ്കിന് ഡെബിറ്റ് ടു ക്യാഷ്, ക്യാഷിന് ക്രെഡിറ്റ്. അപ്പോൾ ക്യാഷിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്നു. January 3rd ബൈ ബാങ്ക് 40,000. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നുള്ള ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യുമ്പോൾ ബാങ്കിന് ഡെബിറ്റ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക്. അപ്പോൾ ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണോ ആ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് എഴുതണം, ഉള്ളിൽ ഓപ്പോസിറ്റ് ഐറ്റത്തിൻ്റെ പേര് എഴുതണം. ഇത് ശ്രദ്ധിച്ചാൽ മതി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എഴുതുമ്പോൾ ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടാണ് 2 അക്കൗണ്ടുകൾ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു ക്യാപിറ്റൽ, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എഴുതുമ്പോൾ ബാങ്കിനെയും ക്യാഷിനെ എഫക്ട് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ്, ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക്. ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക. ഇതിങ്ങനെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റിംഗ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. Okay, we will continue the class in the next session.